അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായൊരു സൂറത്തുൽ ദുഹ നമുക്കൊക്കെയും അറിയാം. സൂറത്തുൽ ദുഹയുടെ മഹത്വം നമുക്ക് ധാരാളമായി മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് നമുക്ക് ലഭിക്കുന്ന ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അതായത് നമ്മുടെ സ്വഭാവം നന്നായി കിട്ടാൻ, നമുക്ക് ജോലി ലഭിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാവാൻ, അതേപോലെ തന്നെ മറ്റു കടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ച് നല്ല ഒരു ജീവിതം ലഭിക്കാൻ ഈ ഒരു സൂറത്ത് പതിവാക്കൽ കൊണ്ട് കാരണമായി തീരും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബികൾക്ക് അവരുടെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ, സാമ്പത്തികമായും മറ്റു കുടുംബമായും മറ്റു വീട്ടിലെ കാര്യങ്ങളുമായും പല വിഷയങ്ങളിലായി അവർക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ, അവർക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നീങ്ങിക്കിട്ടാൻ, ജോലി ലഭിക്കാൻ, എല്ലാത്തിനും പരിഹാരമായി പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ് സൂറത്തുൽ ദുഹ. ഈ സൂറത്ത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതി, മഗ്‌രിബ് നിസ്കാരത്തിനു ശേഷം ഒരാൾ 11 തവണ ഈ സൂറത്ത് പതിവാക്കിയാൽ, 11 തവണ മഗ്‌രിബ് നിസ്കാരത്തിനു ശേഷം ആയിരുന്ന ഇരുത്തത്തിൽ തന്നെ 11 തവണ സൂറത്തുൽ ദുഹ വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് 11 തവണ പതിവാക്കി വന്നാൽ, നല്ല ജോലിയില്ലാത്ത ആളാണെങ്കിൽ നല്ല ജോലി ലഭിക്കും. പ്രതിസന്ധി, കുടുക്ക്, പ്രയാസങ്ങൾ, കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റു പലവിധ പ്രയാസങ്ങളെ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുടെ എല്ലാം നീങ്ങിക്കിട്ടി സന്തോഷം അവന്റെ ജീവിതത്തിൽ കടന്നു വരും. അതേപോലെ തന്നെ മക്കൾ മോശപ്പെട്ടവരാണെങ്കിൽ മക്കൾ നന്നായി കിട്ടും. ഒരു ഭാര്യ ഓതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ ഭർത്താവ് മോശപ്പെട്ട ഗുണമുള്ള മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണെങ്കിൽ ആ സ്വഭാവം നീങ്ങിക്കിട്ടി നല്ല സ്വഭാവം അദ്ദേഹത്തിന് കടന്നു വരും. അതേപോലെ തന്നെ ബിസിനസ്സിലും ജോലിയിലും എല്ലാത്തിലും ബറക്കത്തുണ്ടാകും. നല്ല ജീവിതം അവർക്ക് ലഭിക്കും. പ്രത്യേകമായി നല്ല ജോലി ലഭിക്കും. അതേപോലെ തന്നെ മക്കളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നായി കിട്ടും. എല്ലാത്തിനും പരിഹാരമാണ്. നല്ലൊരു ജീവിതം കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 11 തവണ പതിവാക്കുക. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.